ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ വീടിൻ്റെ വയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പണ്ടൊക്കെ യൂസ് ചെയ്തിരുന്നത് ജംഗ്ഷനുകളാണ്. അതായത് 20 ജംഗ്ഷൻ, 25 ജംഗ്ഷൻ, 16 ജംഗ്ഷൻ, അങ്ങനെ ജംഗ്ഷനുകളാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഈ ജംഗ്ഷനുകളൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ നമ്മൾ ഈ കാണുന്ന 4x4 അതായത് PVC ബോക്സ് അല്ലെങ്കിൽ 6x4 PVC ബോക്സ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ജംഗ്ഷനുകൾ ഉപയോഗിക്കുന്ന സമയത്ത് കൂടി വന്നു കഴിഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 2 പൈപ്പ്, ഒരു പൈപ്പാണ് കമ്പനി പറയുന്നത്, ഒരു പൈപ്പാണ് ഒറ്റ 1 ഇഞ്ച് അല്ലെങ്കിൽ ആ പറയുന്ന 3/4 ഇഞ്ച് പൈപ്പുകളാണ് അതിൻ്റെ അകത്തേക്കിടെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വയർ വലിക്കേണ്ട ഒരു ഏരിയ വരികയാണെങ്കിൽ വളരെ വയറുകളെല്ലാം തന്നെ ടൈറ്റായിട്ട് വേണം നമുക്കത് കൊണ്ടുപോകാനായിട്ട്. വയർ ഒറ്റ അടിക്ക് തന്നെ വലിക്കണം. അതുപോലെ തന്നെ ഇൻഡക്ഷൻ മൂലമുള്ള കറണ്ട് ടൈറ്റ് ആകുന്നതുകൊണ്ട് ഇൻഡക്ഷൻ മൂലമുള്ള കറണ്ട് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഏതെങ്കിലും ഒരു വയർ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഒന്ന് കത്ത് പിടിക്കാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലെ 4x4 അല്ലെങ്കിൽ PVC ബോക്സ്, 6x4 PVC ബോക്സ് യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഒറ്റ പൈപ്പ് ആ ബോക്സിൽ തന്നെ നമുക്ക് 4x4 പറയുകയാണെങ്കിൽ വൺ സൈഡ് നമുക്ക് ഇതാണ് 4x4 എന്ന് പറയുന്ന ബോക്സ്, PVC ബോക്സ്. ഇത് നമ്മൾ ഭിത്തിയുടെ അകത്തേക്ക് കൺസീൽ ചെയ്തിട്ടാണ് വെക്കുന്നത്. കൺസീൽ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് എത്ര പൈപ്പുകളാണ് കൊടുക്കണമെങ്കിൽ നമുക്ക് 4 സൈഡിൽ നിന്ന് കൊടുക്കാം, പിന്നെ ബാക്ക് സൈഡിൽ നിന്നും കൊടുക്കാം. അപ്പോൾ ഏകദേശം നമുക്ക് 5 സൈഡിൽ നിന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഏത് പൈപ്പുകൾ വേണമെങ്കിലും, എത്ര പൈപ്പുകൾ വേണമെങ്കിലും. ഇതിപ്പോൾ പറയുകയാണെങ്കിൽ ഈ 4x4ൻ്റെ 25 പൈപ്പാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് 1 ഇഞ്ച് പൈപ്പാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏതെങ്കിലും ഒരു സൈഡിൽ 3 പൈപ്പ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒറ്റ സൈഡിൽ തന്നെ 3 പൈപ്പ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ സൈഡിലും കൂടുന്ന സമയത്ത് അത്രയും പൈപ്പുകൾ നമുക്ക് കൊടുത്ത് സർക്യൂട്ടുകൾ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാനുള്ള സിസ്റ്റമാണ്. അതുമാത്രമല്ല, വയർ വലിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് കൈയിട്ട് വലിക്കാനും, അതായത് ഇതിൻ്റെ അകത്ത് നമുക്ക് പൈപ്പുകളുടെ ഉള്ളിൽ നിന്ന് കൈയിട്ട് വലിക്കാനുള്ള സ്പേസും ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വയർ വലി കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിരിക്കും. അതുമാത്രമല്ല, ഇത്രയും പൈപ്പുകൾ നമ്മൾ കൊണ്ടുപോകുന്നതുകൊണ്ട് എല്ലാ റൂമുകളിലേക്കും അതുപോലെ തന്നെ പല പല സ്ഥലങ്ങളിലേക്കുള്ള വീടുകളുടെ ആണെങ്കിലും എവിടേക്കാണെങ്കിലും സർക്യൂട്ടുകളെല്ലാം തന്നെ സെപ്പറേറ്റായിട്ട് ചെയ്യാൻ പറ്റും. വയറുകൾ ഒട്ടും ടൈറ്റ് ആവാത്ത രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അതുമാത്രമല്ല, ഇത് നമുക്ക് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് 4x4 ഇതിൻ്റെ തന്നെ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും ഫിനിഷിങ് സ്റ്റേജിൽ. അതിൽ വരുന്ന സമയത്ത് നമുക്ക് ഫാൻസ് ലൈറ്റ് ആണെങ്കിൽ ഫാൻസ് ലൈറ്റ്, ഹോൾഡർ ആണെങ്കിൽ ഹോൾഡർ, അതുപോലെ ട്യൂബ് സെറ്റ് ആണെങ്കിൽ ട്യൂബ് സെറ്റ് അതിൻ്റെ മുകളിൽ നമുക്ക് കൊടുത്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് അഴിച്ച് ക്ലിയർ ചെയ്യാൻ ആ 4x4 ഷീറ്റ് അഴിച്ച് എടുക്കാനും സാധിക്കും. അപ്പോൾ ഇനിയുള്ള വയറിങ് നമ്മൾ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇതുപോലുള്ള 4x4 ഷീറ്റുകളും PVC ബോക്സും അല്ലെങ്കിൽ 6x4 PVC ബോക്സ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി നമ്മൾ 6x4 പറയുകയാണെങ്കിൽ 6x4ൻ്റെ വൺ സൈഡ്, ആ വീതി കൂടിയ സ്ഥലത്ത് വരുന്നത് 6x4 എന്ന് പറയുന്നത് വലിയ ബോക്സാണ്. ആ വലിയ ബോക്സിൽ വരുന്നത് നമുക്ക് വൺ സൈഡ് 1 ഇഞ്ച് പൈപ്പ് 5 വളരെ സിമ്പിളായിട്ട് കൊടുക്കാൻ സാധിക്കും. ആ വീതി കൂടിയ സ്ഥലത്ത് 5 വളരെ സിമ്പിളായിട്ട് കൊടുക്കാം. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡ് വീതി കുറഞ്ഞ സ്ഥലത്ത് 1 ഇഞ്ച് പൈപ്പ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ DBയിൽ നിന്ന് വരുന്ന ഏരിയയിലൊക്കെ ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് സർക്യൂട്ട് കാര്യങ്ങളൊക്കെ വലിക്കാനൊക്കെ ഈ ബോക്സ് വെച്ച് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ ഏറ്റവും ലൈഫ് കിട്ടുന്നതും സേഫ്റ്റിയും എല്ലാം നമുക്ക് അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.